ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ യേശുവായി നമ്മുടെ ഇടയിൽ പാർത്തു. വിശ്വപ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് പകർന്നു നൽകിയതും ഒരുപിടി വചനങ്ങളായിരുന്നു. എന്നിട്ടും നാളേക്കായി വിചാരപ്പെടരുത് എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭകളും സുവിശേഷ പ്രസ്ഥാനങ്ങളും ഭാവിയിൽ നിറവേറുവാനും നിറവേറാതിരിക്കുവാനും സാധ്യതയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് തോന്നുന്നതിൽ അത്ഭുതമുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്. അതെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന ക്രിസ്തുമൊഴി നമ്മൾ ഒരു നാളും മറന്നു പോകരുത്.